താമസം മാറുകയായിരുന്നു ഇബ്ലീസും മക്കളും. ഇറങ്ങും മുമ്പ് ഇബ്ലീസ് മക്കളോട് പറഞ്ഞു, ഞാൻ അയൽപക്കക്കാർക്ക് ഒരു പണി കൊടുത്തിട്ട് വരാം. നേരെ അയൽപക്കത്തെത്തുമ്പോൾ അവിടുത്തെ സ്ത്രീ പശുവിനെ കറക്കുകയായിരുന്നു. അടുത്തായി പാൽപാത്രവുമുണ്ട്. പശുവിനെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അരൂപിയായി ചെന്ന ഇബ്ലീസ് കയറിൽ പിടിച്ച് ശക്തമായി കുലുക്കി. അതോടെ പശു വിരണ്ടു, കാലിട്ടടിച്ചു. അതിനിടയിൽപ്പെട്ട് പാൽപാത്രം മറിഞ്ഞു, ഉടഞ്ഞു, പാൽ ചിതറി. കോപിഷ്ഠയായ ആ സ്ത്രീ പശുവിനെ ശക്തമായി തൊഴിച്ചു. അതോടുകൂടി ദേഷ്യം വന്ന പശു സമീപത്തുണ്ടായിരുന്ന ആ സ്ത്രീയുടെ കൊച്ചുകുട്ടിയെ ചവിട്ടി കൊന്നു. അതോടുകൂടി ആ സ്ത്രീ കത്തിയെടുക്കുകയും പശുവിനെ കുത്തിക്കൊല്ലുകയും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് സ്ത്രീയുടെ ഭർത്താവ് വന്നത്. ഭർത്താവ് കാര്യമെന്താണ് എന്നൊന്നും അന്വേഷിക്കാതെ ഇതെല്ലാം തൻ്റെ ഭാര്യയുടെ കുഴപ്പമാണ് എന്ന് വിധി എഴുതി നേരെ അവളുടെ നേരെ തിരിഞ്ഞ് അവളെ കണ്ടമാനം അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു. മാത്രമല്ല അവളെ തലാക്ക് ചെല്ലുകയും ചെയ്തു. അതറിഞ്ഞ് അവരുടെ കുടുംബക്കാർ വന്നു. അപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും വന്നു. പിന്നെ പറയേണ്ടതില്ലല്ലോ, രണ്ട് കുടുംബങ്ങളും തമ്മിൽ തീരാത്ത പകയോടെ പരസ്പരം ഏറ്റുമുട്ടാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് ശബ്ദകോലാഹലങ്ങൾ കേട്ടപ്പോൾ ഇബ്ലീസിൻ്റെ മകൻ വന്ന് പിതാവിനോട് ചോദിച്ചു, ഉപ്പ, നിങ്ങൾ എന്താ ചെയ്തത്? ഇബ്ലീസ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല മോനെ. ആ കാണുന്ന കയറില്ലേ, അതിലൊന്ന് വെറുതെ പിടിച്ചു കുലുക്കി, അത്രമാത്രം. കഥയാണ്. പക്ഷേ കഥയിലെ കാര്യം ഇബ്ലീസ് നമ്മെ ഇങ്ങനെയാണ് നശിപ്പിക്കുക എന്നതാണ്. വസ്സലാം.